ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതുപുത്തൻ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രൂപ സരയുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സരയുവിനെ മാറ്റി നിർത്തിയിട്ട് രൂപ സരയുവിനോട് പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. എന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നുമല്ല, എന്റെ എല്ലാ സ്വത്തുകളും കിരണിന് എഴുതി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സരയു ആകെ ഞെട്ടുകയാണ്. സരയു എന്നിട്ട് ആന്റിയെ മനസ്സ് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നതൊന്നും കേൾക്കണ്ട, അച്ഛന്റെ മാനസിക സ്ഥിതി ഇപ്പൊ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനുവിന്റെ അരികിലേക്കായിട്ട് രാഹുൽ വരികയാണ്. എന്നിട്ട് രാഹുല് മനുവിനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പെങ്ങളോട് അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പലതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് കേട്ടു മനുവും ഒന്നിങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്കായി ഒരു വണ്ടി പോലീസ് വരികയാണ്. അങ്ങനെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത SI തന്നെയാണ് വരുന്നത്. എന്നിട്ട് പ്രകാശനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകള് എനിക്കൊരു കംപ്ലൈന്റ് തന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളും നിങ്ങളുടെ അമ്മയെയും ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവളെ മർദ്ദിച്ചതും അവളെ തട്ടിയിട്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴും, അയ്യോ അവളെ തള്ളിയിട്ടത് ഞാനാണ്, എൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രകാശൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവിടേക്കായിട്ട് ശരണ്യ വരികയാണ്. അപ്പൊ ശരണ്യ പറയുന്നുണ്ട്, എല്ലാ സാറേ അങ്ങനെയൊന്നല്ല, ഇയാൾ എന്നെ തള്ളിയിട്ടു, പക്ഷേ എൻ്റെ മുഖത്ത് അടിച്ചത് ഈ തള്ളയാണ്, ഇവരുടെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന പ്രകാശന് നേരെ അത് കേൾക്കുന്ന പോലീസ് പ്രകാശന്റെ മുഖത്ത് ആഞ്ഞടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പോലീസിനോട് തറുതല പറഞ്ഞതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരണ്യയ്ക്ക് അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പോലീസ്. അത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ശരണ്യ. എന്തായാലും ശരണ്യയോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കിട്ടും, ഒരു നല്ലൊരു മരുമകളെയല്ല തനിക്ക് കിട്ടിയത് എന്നുള്ള ഒരു സത്യം പ്രകാശനും പ്രകാശന്റെ അമ്മയൊക്കെ തിരിച്ചറിയുന്നതേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.